ആകാശത്തിൻ്റെ തുരുത്തി ചരിച്ചിരിക്കുന്നു. ടിപ്പിംഗ് ദ വാട്ടർ ഓഫ് ജാസ് ഓഫ് ഹെവൻ. സ്വർഗത്തിൻ്റെ തുരുത്തി ചരിച്ചിരിക്കുകയാണ്. നല്ലൊരു ടൈറ്റിലാണ്. ഇത് ഇയ്യോബിനകത്തെ ഒരു വാക്യമാണ്. അങ്ങനെ ഒരു വാക്യം ഉണ്ടെന്ന് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ഇയ്യോബിൻ്റെ 38:38 ഇത് വായിച്ചത്. 38 ജ്ഞാനത്താൽ മേഘങ്ങളെ എണ്ണുന്നതാര്, ആകാശത്തിലെ തുരുത്തികളെ ചരിക്കുന്നതാര്. അപ്പോൾ തുരുത്തി ചരിക്കുന്നതിനെക്കുറിച്ചാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും ഒരു തുരുത്തിയുണ്ട്. അപ്പോൾ നമ്മൾ വീഞ്ഞുണ്ടാക്കണമെങ്കിൽ പഴയ കാലത്ത് തുരുത്തിക്കകത്താണ് വീഞ്ഞ് കയറ്റി വെക്കുന്നത്. പിന്നെ പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ ഒഴിക്കത്തില്ലെന്നാണ്. ഇപ്പം നമ്മൾ ഡെസേർട്ടിൽ കൂടെ പോവുകയാണെങ്കിൽ ഒട്ടകത്തിന് യാത്ര ചെയ്യുമ്പോൾ അതിന് വേണ്ടതായ ഒട്ടകത്തിൻ്റെ പാലുകൾ ചിലപ്പോൾ അല്ലെങ്കിൽ മറ്റു പാല് വാങ്ങിക്കുന്നത് ഈ തുരുത്തിയിലാണ് സൂക്ഷിക്കുന്നത്. വെള്ളം തുരുത്തിയിലാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും പണ്ട് കാലങ്ങളിൽ തുരുത്തി ഉപയോഗിച്ചിരുന്നു. അപ്പോൾ തുരുത്തി എണ്ണ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിച്ചിരുന്നു. അപ്പം ദൈവത്തിൻ്റെ വചനം പറയുന്നത് ആകാശത്തിലും തുരുത്തികളുണ്ട്. എന്തിനാ? നമ്മുടെ കണ്ണുനീര് സൂക്ഷിച്ചു വെക്കാൻ, നമ്മുടെ പ്രാർത്ഥന സൂക്ഷിച്ചു വെക്കാൻ. നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടോ? ചില വിഷയങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഉടനെ ഉത്തരം കിട്ടത്തില്ല. ചിലർ കുറേ നേരം ചോദിച്ചു ഇട്ടേച്ച് പോകുന്നുണ്ട്. ഇട്ടേച്ച് പോകരുത്, അവിടെ നിൽക്കണം. കാരണം ദൈവം കേട്ടിട്ടുണ്ട്. ദൈവം ടെസ്റ്റ് ചെയ്യുകയാണ് നിനക്ക് വിശ്വസ്തതയുണ്ടോയെന്ന്. അപ്പം ചില പ്രാർത്ഥനയ്ക്ക് ഒത്തിരി ഉത്തരം കിട്ടത്തില്ല. അതിലൊരു എക്സാമ്പിൾ എൻ്റെ വീട്, ഞങ്ങളുടെ വീട് പണിയുന്നു. ഞങ്ങളുടെ വീട് പണിയാൻ 16 കൊല്ലം എടുത്തു. 16 കൊല്ലം എടുക്കും. 2 കൊല്ലം മാക്സിമം പണിയാനെടുത്ത് മതിയായിരുന്നു. പക്ഷെ ഒരു തരത്തിൽ ഇത് പണിയാനൊക്കത്തില്ല. ലാസ്റ്റിൽ ഞാൻ ഇട്ടേച്ച് പോയി, ഇത് വേണ്ട, എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന്. എന്നാൽ വേറെ വീട് താമസിക്കാൻ ദൈവം തരികയും ചെയ്തു. പക്ഷേ ഈ 16 വർഷം കഴിഞ്ഞ് കോവിഡ് വന്നപ്പം ഡോക്ടറിന് എങ്ങും പോകാൻ വയ്യാത്ത സ്ഥിതിയായി. ഒന്നിനും വേറെ ശ്രദ്ധയില്ല. അപ്പം ഡോക്ടറും മോനും കൂടെ ആലോചിച്ചിട്ട് ആളുകളെ കൊണ്ടുവന്ന് ഈ വീട് പണിത് തീർത്തു. അവർ 2 പേരും കൂടെ ഒന്നിച്ച് നിന്നപ്പോഴാണ് ആ വീട് പണി തീരാൻ ദൈവം അനുവദിച്ചത്. 16 വർഷം എടുക്കണമായിരുന്നു, നമുക്കറിഞ്ഞുകൂടാ. പക്ഷെ 16 വർഷം തീർത്തപ്പം മനോഹരമായിട്ട് അത് ചെയ്ത് തന്നു. സ്വർഗത്തിലെ തുരുത്തിയിൽ നിന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹം ചൊരിഞ്ഞത് അന്നേരമാണ്. അപ്പം ചിലർ ഇങ്ങനെ ആത്മാവുള്ളവർ പറയും സ്വർഗത്തിൽ കപ്പുകളുണ്ട്. ആ കപ്പിനകത്ത് നമ്മുടെ പ്രാർത്ഥന ചെല്ലും. അത് നിറഞ്ഞു കഴിയുമ്പോൾ എങ്ങനെയാണെങ്കിലും ഓവർഫ്ലോ ചെയ്യും. ഇവിടെ തുരുത്തി ദൈവം ചരിച്ചു തരും. എന്തിനാ? പ്രാർത്ഥന അയച്ചതിന്. അതുപോലെ പല വാക്യങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. കർത്താവ് പറയുന്നത് സങ്കീർത്തനം 58:8 നീ എൻ്റെ കണ്ണുനീര് നിൻ്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ. എന്താണ്? നിൻ്റെ തുരുത്തിയിൽ എൻ്റെ കണ്ണുനീര് സൂക്ഷിച്ചു വേണം. ഞാൻ ഇവിടെ ഇരുന്ന് വേദനിച്ച് കണ്ണുനീരോടെ കരയുമ്പം എൻ്റെ കണ്ണീര് നീര് തുരുത്തിയിൽ വെച്ച്, കാരണം ഇതിന് വിലയുണ്ട്. നമ്മുടെ രക്തം തന്നെയാണ് ഈ കണ്ണുനീര്. ചിലപ്പോൾ നമ്മൾ വേദന വരുമ്പോൾ പറയത്തില്ലേ, എൻ്റെ കണ്ണിൽ നിന്ന് വീഴുന്നത് കണ്ണുനീരല്ല, വിശുദ്ധ രക്തമാണ്. കാരണം അതുപോലെ വേദനയിൽ കൂടെ ചിലർ പോകും. ആ സമയത്തൊക്കെ നമ്മൾ വിചാരിക്കും ആരും കേൾക്കുന്നില്ലെന്ന്. ഒരു മനുഷ്യൻ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് സ്വർഗത്തിൽ കയറി ചെന്നു. അപ്പം അവിടെ ഒരു മുറി, ആ മുറി അങ്ങനെ അധികം തുറക്കൂല. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, ഈ കർത്താവ് ചോദിച്ചു ഈ മുറി കാണണമെന്ന് ചോദിച്ചു, റൂംസ് ഓഫ് ടീയേഴ്സ്. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു കണ്ടാൽ കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് തുറന്ന് കാണിച്ചു കൊടുത്തപ്പോൾ എന്താ, ഭൂമിയിലുള്ള മനുഷ്യരുടെ കണ്ണുനീരെല്ലാം ഓരോരുത്തരുടേതും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലമാണ്. അപ്പം കർത്താവ് പറഞ്ഞു അടുത്ത് എന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഓരോ ബോട്ടിൽ ഓരോ പാത്രങ്ങൾ അല്ലെങ്കിൽ എന്താ വെസൽസ് അതിനകത്തെല്ലാം ഈ കണ്ണുനീര് എത്ര വീണ്ടും അതിനനുസരിച്ച് ചിലതിനകത്ത് പാലസ്, ചിലതിനകത്ത് ഡയമണ്ട്സ്, ചിലതിനകത്ത് വെള്ളത്തിൻ്റെ ഒഴുക്ക്, ചിലതിനകത്ത് പണം, ഇങ്ങനെ ഓരോ കണ്ടെയ്നറിനകത്തും ഓരോ തരത്തിലുള്ള മനോഹരമായ കാര്യങ്ങൾ. അപ്പം കർത്താവ് പറഞ്ഞു, ചോദിക്കുന്നത് തന്നെ. അപ്പം പറഞ്ഞു ഭൂമിയിലിരുന്ന് കരയുന്ന കണ്ണുനീര് ഇവിടെ സ്റ്റോർ ചെയ്ത് കഴിയുമ്പം ഇത് അതിമനോഹരമായ പ്രഷ്യസ് തിങ് ആയിട്ട് ഇവിടെ മാറുകയാണ്. ഇതനുസരിച്ചാണ്, അതായത് ഈ കണ്ണുനീരിൻ്റെ വ്യാപ്തി അനുസരിച്ച് ഉത്തരം ഭൂമിയിൽ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അതിനെ ഒരു പ്രതീകമായിട്ട് ഇതെല്ലാം ഇവിടെ വെച്ചിട്ട് ഇറ്റ് മേക്സ് സെൻസ് ഇല്ലേ? ചില അമ്മമാർ പറയത്തില്ല, എത്ര നാൾ ഞാൻ നിനക്ക് വേണ്ടി കരഞ്ഞെന്ന് നിനക്കറിയാമോ? അവിടെയാണ് കണ്ണുനീരിൻ്റെ വില. ദൈവസന്നിധിയിൽ ഒരു ഭക്തൻ കരഞ്ഞാൽ അതിന് വിലയുണ്ട്. അതാണ് നമ്മൾ പറയും, മറ്റുള്ളവരെ ആവശ്യമില്ലാതെ വിഷമിപ്പിക്കരുത് എന്ന് നമ്മൾ പറയും. അതെന്തിനാ? നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ഷമ ചോദിക്കാം, കർത്താവ് അറിവില്ലായ്മ ചെയ്തു. പക്ഷെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കണം. നീ എൻ്റെ കണ്ണുനീര് നിൻ്റെ തുരുത്തിയിലാക്കി വെക്കണം. സങ്കീർത്തനം 126:5 ഇതൊരു വളരെ പ്രധാനപ്പെട്ട വാക്യം, അതുകൊണ്ട് അത് വായിക്കാം. 126 തുടങ്ങുന്നത് ഒത്തിരി നല്ലതാണ്. ഓരോ സങ്കീർത്തനത്തിനകത്തും
ട്രഷേഴ്സ് ഉണ്ട്. ട്രഷേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിന് മനസ്സിലാക്കത്തില്ല, അത്ര ശക്തിയുള്ള വചനങ്ങളാണ് ഈ മുമ്പിലിരിക്കുന്നത്. ഒരുപക്ഷെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇതിൻ്റെ വലിയ അർത്ഥം മനസ്സിലാകുമായിരിക്കും. ഇവിടെ വെച്ച് ഇത്രയൊക്കെ ദൈവം പഠിപ്പിക്കുന്നുണ്ട്. 126 തുടങ്ങുന്ന ഇങ്ങനെ: യഹോവ സിയോൻ്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. എപ്പോഴാ? നീ പ്രവാസിയായിട്ട് ജീവിക്കുക, സിയോൻ മക്കളാണ്. ഉത്തരഗിരിയിൽ ദൈവത്തിൻ്റെ ഉന്നത ഗിരിയിൽ കടന്നു എന്ന് ദൈവത്തെ കണ്ട് സംസാരിക്കേണ്ട വ്യക്തിയാണ് നിങ്ങൾ. സിയോൻ മലയുടെ മുകളിൽ വസിക്കുന്നവനെ കാണേണ്ടവനാണ്. പക്ഷെ നമ്മൾ ഈ ഭൂമിയിൽ ഇരിക്കുമ്പം നമ്മളൊക്കെ ബന്ധനങ്ങളാണ്. ദൈവം പറയാണ്, യഹോവേ, ദൈവത്തോട് നമ്മൾ പറയും, യഹോവ സിയോൻ്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. സ്വപ്നം സാക്ഷാത്കരിക്കുന്നത് ക്രിസ്തുവിലാണ്. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുന്നു. കണ്ണുനീരോടെ എന്ത് വിതച്ചാലും ആർപ്പോടെ എന്ന് പറഞ്ഞാൽ കണ്ണുനീരൊരു നിത്യമായ ഒരു കാര്യമായിട്ട് കാണാനല്ല ഞാൻ പറയുന്നത്. വിഷമമുള്ളപ്പം ദൈവസന്നിധിയിൽ കരയണം. സന്തോഷിക്കാൻ പറയുമ്പോൾ സന്തോഷം. അതാ പറയുന്നുണ്ട്, ഞാൻ കുഴലൂതുമ്പം നീ എന്തുകൊണ്ട് ഡാൻസ് ചെയ്യുന്നില്ല? ഒരു ബാലൻസ് എല്ലാത്തിനും കൊണ്ടുവരണം. ചിലർ പ്രസംഗിക്കുക എപ്പോഴും എല്ലാത്തിനും കണ്ണുനീര്. ഐ ഡോണ്ട് ബിലീവ് ദാറ്റ്സ് നോട്ട് വാട്ട് മൈ ഗോഡ് ഈസ്. കർത്താവിന് ചിലപ്പോൾ നമ്മൾ കരയേണ്ടിപ്പം കരയണം. ബി ഹൂ യു ആർ. ദൈവം സൃഷ്ടിച്ച ആ സൃഷ്ടിയുടെ മഹത്വത്തിലേക്ക് കയറണം. അതായത് കണ്ണുനീരോടെ നീ വിതയ്ക്കുകയാണെങ്കിൽ ആർപ്പോടെ കൊയ്യും. വിത്ത് ചുമന്ന് കരഞ്ഞ് വിതച്ചും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്നും ആർത്തും കൊണ്ട് വരുന്നു. എങ്ങനെയാണ്? വിത്ത് എടുത്തിട്ട് കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. നമ്മൾ പലപ്പോഴും ഈ വിത്ത് കയ്യിലിരിക്കുന്നത് കൊണ്ടിട്ട് ഇതെവിടെയാണ് ഇടണമെന്ന് പോലും നമ്മൾ അറിയത്തില്ലാതെ സൂക്ഷിച്ചു വെച്ചിരിക്കും. എന്തുമാത്രം വചനങ്ങളാണ് ദൈവം നമുക്കിതിനകത്ത് തന്നിരിക്കുന്നത്. ഈ വിത്ത് നമ്മുടെ കയ്യിലിരിക്കുന്നിടത്തോളം കാലം ഇത് ജീവിക്കൂല. ശരി, എനിക്ക് ഒത്തിരി വിത്തുണ്ട്, എനിക്ക് ഒത്തിരി വചനം കാണാൻ അറിയാം, എന്തുകൊണ്ട് എന്നെ ഗുണം? സോ വാട്ട്? എന്നാ ഗുണം? ഒരു ഗുണവുമില്ല. എനിക്ക് ഇന്ന ആൾ എൻ്റെ വീട്ടിൽ അത് വലിയ പ്രാസംഗിയാണ്, വചനം പറയുന്ന ആളാണ്, അല്ലെങ്കിൽ വചനം കാണാൻ അറിയാമെന്നുണ്ട്, അതുകൊണ്ടൊരു പ്രയോജനമില്ല. അത് വിത്ത് കയ്യിലിരിക്കുകയാണ്. ആ വിത്ത് എടുത്ത് നല്ല നിലത്തോട്ട് ഇടണം. അതാണ് വിത്ത് വിതയ്ക്കുന്നവരായി മാറണം. കണ്ണുനീരോടാണെങ്കിൽ വിതച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, ചിലത് വഴിവക്കത്ത് വീഴും, ചിലത് മുള്ളിൻ്റെ ഇടയ്ക്ക് വീഴും, പക്ഷെ ചിലതെങ്കിലും നല്ല സ്ഥലത്ത് വീഴും. പക്ഷെ എപ്പോഴും ഇത് വിത്ത് എറിഞ്ഞുകൊണ്ടിരിക്കണം. അല്ല, ഇന്നലെ വെള്ളം കുടിച്ചത് നമ്മൾ വെള്ളം കുടിക്കാതിരിക്കും. ഇന്നലെ ഭക്ഷണം കഴിച്ച എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ആത്മീയ ഗോളത്തിൽ ദൈവത്തിൻ്റെ വചനമാകുന്ന വിത്ത് ദിനം പ്രതി ദൈവത്തിൻ്റെ നാമത്തിൽ ഇട്ടുകൊണ്ടേയിരിക്കുക. ദൈവം കാണുന്നുണ്ട്. കർത്താവ് ഒരു കാലത്തിന് എല്ലാത്തിനും കൂടെ ഒരു വിളവെടുപ്പ് തരും, സംശയമില്ല. അതുകൊണ്ടായിരുന്നു വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്നും ആർത്തും കൊണ്ട് വരും. നീ ആർപ്പോട് തിരിച്ചു വരണമെങ്കിൽ നിനക്ക് ദൈവത്തിൻ്റെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവിൽ വിത്ത് വിതയ്ക്കാൻ തുടങ്ങണം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ കണ്ണുനീര് കണ്ടു, നമുക്ക് ഉത്തരം കിട്ടി എന്നുള്ള വരുമ്പോൾ, നമ്മൾ ഈ കണ്ണുനീരിൻ്റെ വില മനസ്സിലാക്കി കഴിയുമ്പോൾ, നമ്മുടെ രഹസ്യ മുറിയിലിരുന്ന പ്രാർത്ഥന സ്വർഗം അറിഞ്ഞു എന്ന് വരുമ്പോൾ നമുക്കൊരു വലിയ ശക്തിയാണ്. അത് ദൈവവും നമ്മളുമായിട്ടുള്ള ഉറ്റ ബന്ധമാണ്. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ ആൻറ്റി കരയാൻ പോലും വയ്യാത്ത സ്ഥിതിയാണ്. അതൊരു വലിയ ദുഃഖകരം. നമുക്ക് കരയാനൊക്കത്തില്ല ചില സിറ്റുവേഷനിൽ. ചില ആൺമക്കൾ, ചില പുരുഷന്മാർ എന്നെ വന്നാലും ഒരു അനങ്ങുമില്ല. ചിലപ്പം നമുക്ക് തോന്നത്തില്ലേ, ഒന്ന് കരഞ്ഞിരുന്നെങ്കിൽ ഇതിനായി നെഞ്ചിനകത്തെ ഭാരമെന്ന് പറയും. അവർക്കത് അറിഞ്ഞുകൂടാ, നമുക്കറിയാം സ്ത്രീകൾക്ക്. പക്ഷെ ചില സന്ദർഭങ്ങളിൽ കരയാൻ പോലും ഒക്കത്തില്ല. അന്നേരം നമ്മൾ ചോദിക്കണം ദൈവത്തോട്, ദൈവമേ, കരയാനൊക്കാത്ത സ്റ്റേജ് വല്ലാത്തൊരു ഡിഫിക്കൽട്ട് സ്റ്റേജാണ് കേട്ടോ. ആ സ്റ്റേജിൽ നമ്മൾ ദൈവത്തോട്, കർത്താവേ, എൻ്റെ ഉള്ളിലിരിക്കുന്ന ഈ ഭാരം ഒന്ന് പകർന്ന് താഴോട്ട് കണ്ണുനീരായിട്ടൊന്ന് പോയിരുന്നെങ്കിൽ. അപ്പോൾ ഞാൻ ഓർക്കുന്നു, എനിക്കൊരു പ്രയാസമുള്ള സമയം 2018 അതുവരെ ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ബോധമില്ല, തലയ്ക്കെന്തോ വെളിവില്ലാത്ത പോലെ. ഞാൻ വിചാരിച്ചു അങ്ങനെ ഞാനങ്ങ് ഇരുന്ന് പോകുന്നു. എപ്പോഴും എനിക്ക് കരച്ചില്ല. അന്നേരം എന്തിനാണ് കരയുന്നത് എനിക്കറിഞ്ഞൂടാ, ഞാൻ കരച്ചില്ല. ഞാനാണ് എപ്പോഴും ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ചെറിയ കാര്യത്തിൽ എനിക്ക് ദേഷ്യം വരുന്ന സ്വഭാവമാണ്. അതൊത്തിരി മാറിയിട്ടുണ്ട്. പക്ഷേ ഒക്കെ ചിരിക്കുന്ന സ്വഭാവം. അപ്പോൾ ഈ എപ്പോഴും ഇങ്ങനെ ഞാൻ കരയുന്നു. ആ സമയത്ത് എപ്പോഴും ഞാൻ കരയും. അപ്പോൾ ഞാൻ വിചാരിക്കും, എന്തിനാണ് ഞാൻ ഈ കരയുന്നത്, എനിക്ക് തന്നെ അറിഞ്ഞൂടാ. എന്നാൽ ചില സന്ദർഭങ്ങളിൽ
എനിക്ക് കരയാനൊക്കാത്ത സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ദൈവത്തോട്ട് എന്ത് കരയാൻ പോലും ഒക്കാത്ത സ്റ്റേജ്. ആ സമയത്തിലൊക്കെ ദൈവം എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ അപ്പോൾ ഞാൻ ഓർക്കുന്നത്, ഒരു പ്രാവശ്യം എൻ്റെ 2 കൂട്ടുകാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കയറി വന്നു. ഒരാളൊരു വക്കീലായിരുന്നു. കുറേ നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം ഞാൻ കരയാൻ തുടങ്ങി. അതേ നേരം കരയാതിരിക്കുന്ന വ്യക്തി ഞാൻ കരയാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഫ്രണ്ട് കരയല്ല, എന്തിനാ ഇങ്ങനെ കരയുന്ന സീമി എന്നെ വേറൊരു വ്യക്തിയായിട്ടാണ് ഞാൻ കരയുന്നുണ്ട്, അവർക്ക് സഹിക്കാൻ വയ്യ. എന്തിനാ കരയുന്നതെന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞു കരയില്ലേ എന്ന് പറഞ്ഞു. മറ്റേ ആൾ ഇച്ചിരി കൂടെ മെച്ചൂറാ. പുള്ളി പറഞ്ഞു മാഡം കരഞ്ഞ് തീർക്കട്ടെ, ഒരു കരഞ്ഞ് തീർക്കട്ടെ എന്ന് പറഞ്ഞു. സത്യത്തിൽ എന്തോ ബന്ധനമായെന്ന് ഇവിടുന്ന് വന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. മറ്റുള്ളവർക്ക് ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ പുറകിൽ അതേപോലെ ശക്തമായ പ്രാർത്ഥനയില്ലെങ്കിൽ ചിലപ്പം അല്ലാത്തവർക്കും വരുന്നു, പ്രാർത്ഥനയുള്ളവർക്കും ചിലപ്പോൾ തിരിച്ചടിക്കും. എന്താന്നേലും കരഞ്ഞ് തീർക്കട്ടെ എന്ന് അയാൾ പറഞ്ഞപ്പോൾ എനിക്കെന്തോ ഒരു ആശ്വാസം പോലെ. ഞാൻ കുറേ നേരം ഇരുന്ന് കരഞ്ഞു. പിന്നെ ഞാൻ കരഞ്ഞിട്ടില്ല ആ വിഷയം ഓർത്ത്. ജാനുവരി തൊട്ട് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് വരെ ഐ ഹാഡ് ടെറിബിൾ ടൈം. അന്ന് ഞാൻ വളരെ വിഷമിച്ചു. പക്ഷേ എനിക്ക് അന്നേരം അറിയാമായിരുന്നു ഇത് കഴിയുമ്പോൾ എനിക്ക് വേറൊരു ശക്തി ദൈവം തരുമെന്ന്. അത് കഴിഞ്ഞിട്ട് ഇന്ന് വരെയും വീണ്ടും നമ്മളെ വചനം പറയിപ്പിക്കുന്ന ദൈവത്തിൻ്റെ മഹാശക്തി. പല സമയത്ത് പലരും എന്നോട് ഉപദേശിക്കുകയും ചെയ്തു വചനം പറയുന്നത് കുറച്ച് നാൾ നിർത്താൻ. ആ ടൈമിൽ കുറച്ച് നാൾ ഞാൻ നിർത്തി. പക്ഷേ പിന്നെ ഞാൻ റീസ്റ്റാർട്ട് ചെയ്ത് വിത്ത് ഡബിൾ ദി എഫേർട്ട്. ദൈവം കണ്ണുനീര് കാണുന്നവനാണ്, അവൻ ഉത്തരം തരും. അതാ പറയുന്നത് ഈ ഒബദ്യാവിനകത്ത് 1:17 എന്നാൽ സിയോൻ പർവ്വതത്തിൽ ഒരു രക്ഷിത ഗണമുണ്ട്, അത് വിശുദ്ധമായിരിക്കും. യാക്കോബ് ഗൃഹം തങ്ങളുടെ അവകാശങ്ങളെ കൈവശമാക്കും. നമ്മൾ വിശുദ്ധ ജനമാണ്, നമുക്കൊരവകാശമുണ്ട്, അത് നമ്മൾ വാങ്ങിച്ചെടുക്കണം. പിന്നെ അന്നേരമാണ് ഈ പറയുന്നത് ഫിലിപ്പിയർ 3:14 ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മാറുന്നു, മുമ്പിലുള്ളതിനോട് ആഞ്ഞുകൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമ വിളിയുടെ ബിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ഒന്നിനും ലജ്ജിച്ചു പോകേണ്ട ആവശ്യമില്ല നമുക്ക്. നമ്മൾ അല്പം കഷ്ടം വന്നു ചിലർ എന്തിനാ അത് പറഞ്ഞത്, അതിനകത്തൊന്നും ഒരു കാര്യമില്ലെന്ന്. നന്മയും തിന്മയും ഒരു കോയിൻ്റെ 2 സൈഡാണ്. ആരെങ്കിലും ഒത്തിരി സന്തോഷിക്കുന്നതിൻ്റെ പുറകിൽ അവരതുപോലെ കരഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഷുവറാണ്. അല്ലാതെ ഒന്നും നിലനിൽക്കും. ആരുടെയൊക്കെയോ നെഞ്ചിനകത്തെ വേദന അഴിഞ്ഞു പോകുന്നു ഈ സമയത്ത്. പിമ്പിലുള്ളത് മറന്ന് മുമ്പിലോട്ട് ഓടാൻ ദൈവം പറയുകയാണ്. അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം കൊണ്ട് ക്രിസ്തു എൻ്റെ ശരീരത്തിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും. ഇത് പൗലോസ് ഫിലിപ്പിയർ എഴുതിയ ലേഖനം 1:20 എഴുതുന്നത്. ഞാൻ ഒരിക്കലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തു എൻ്റെ ശരീരത്തിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ജീവിച്ചാലും മരിച്ചാലും ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കും. അത് നടന്നിരിക്കുന്നു. ദൈവം അത് കേട്ടിരിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുനീര് കാണുമ്പോൾ ഓടി വരുന്നൊരു ദൈവമാണ് ഞങ്ങളെ പഠിപ്പിച്ചു. ഒരു നീതിമാൻ്റെ കണ്ണുനീര് സ്വർഗത്തിൽ വിലപ്പെട്ടതാണ്. അപ്പച്ചൻ തുടങ്ങിയത് ആത്മാവിലാണ്. അപ്പച്ചൻ പോലും കരഞ്ഞു. അപ്പച്ചൻ എസ്സമന തോട്ടത്തിൽ കരയുന്നു. അപ്പച്ചന് ക്രൂശിൽ കടന്നപ്പം കരഞ്ഞു. വാവിട്ട് കരഞ്ഞു എന്ന് ഫിലിപ്പിയറിനകത്ത് എഴുതിയിരിക്കുന്നു. കരഞ്ഞു. എൻ്റെ ദൈവം കരഞ്ഞുവെങ്കിൽ ഞാനും കരഞ്ഞതിനൊരു കുഴപ്പമില്ല. പക്ഷേ എന്നും കരയുന്നില്ല, എപ്പോഴും ഇല്ല. ചില സന്ദർഭങ്ങളിൽ കരയും, ചില സന്ദർഭത്തിൽ സന്തോഷിക്കും. ഓരോന്നും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലാണെങ്കിൽ അതിനൊരു ബാലൻസ് ഉണ്ട്. നല്ല ഉചിതമായിട്ട് അടുക്കം ചിട്ടയായിട്ട് അത് ഞങ്ങളുടെ ഇമോഷൻസിനെ, ഞങ്ങളുടെ വിചാരങ്ങൾ, ഞങ്ങളുടെ ചിന്ത നിയന്ത്രിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ നിന്ന് അത് ചെയ്യുന്നതിനാൽ ഞങ്ങളുടെ മക്കളെ, മരുമക്കളെ, കൊച്ചുമക്കളെ, ഞങ്ങളുടെ ഭവനത്തിൽ വരുന്നവരെ, ഞങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവിൽ വേദനിച്ച് ചോദിക്കുന്നവരുടെ മേലെല്ലാം ഈ ദൈവസ്നേഹത്തിൻ്റെ ഈ വിത്ത് അങ്ങോട്ട് ചെന്നിട്ട് കർത്താവേ അത് 100 മേനിയായിട്ട് വളരുവാൻ തക്കവണ്ണം ഞങ്ങൾ എറിയുകയാണ്. അപ്പം ചിലത് അടുക്ക സ്ഥലത്ത് വീണെന്നിരിക്കും കർത്താവേ, എങ്കിലും കുറച്ചെങ്കിലും നല്ല സ്ഥലത്ത് വീണാൽ കർത്താവേ നീ പറയുന്നത് പോലെ ഇസഹാക്ക് വിതച്ച് 100 മേനിയായിട്ട് കൊടുത്തു. അതും മരുഭൂമി സമയത്ത്, കഷ്ടസമയത്ത്. അങ്ങനെ ചെയ്യുന്നൊരു ദൈവം ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങൾ എന്നെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ ഞങ്ങളുടെ കൂടെ നടന്ന് വിത്ത് എവിടെയാണ് ഇടേണ്ടിയെന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നതിന് സ്തോത്രം ചെയ്യും. നല്ല വിത്തുകൾ തന്നെയാണ് ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത്. അത് ഞങ്ങൾ എറിയുക അപ്പച്ച. തക്ക സമയത്ത് ഫലം തരും. ഫലം കൊണ്ടുവരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. പ്രാർത്ഥനയോട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.